ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ഇല്ലാത്തത് കാരണം അലീനയുടെ റൂമിലേക്ക് ബബിത കത്രികയും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അലീനയുടെ ഡ്രസ്സ് എടുത്ത് എല്ലാം അവിടെയും ഇവിടെയും കീറി മുറിച്ച് വെക്കുന്നുണ്ട്. 10-12 ഡ്രസ്സ് മുറിച്ചു, എന്നിട്ടും ദേഷ്യം തീരുന്നില്ല. പക്ഷേ ബബിത എത്ര ഡ്രസ്സ് മുറിച്ചു കളഞ്ഞാലും അതിൻ്റെ ഇരട്ടി ബാലചന്ദ്രൻ വാങ്ങിക്കൊടുക്കുമെന്ന് പാവം ബബിത മറന്നുപോയെന്ന് തോന്നുന്നു. മനു ആണെങ്കിൽ അലീനയെ അവിടെ വിട്ട് തിരിച്ചുപോയി പിറ്റേ ദിവസവും വരുന്നുണ്ട്. അലീനയെ വിട്ടിട്ട് പോകാൻ മനുവിന് മനസ്സ് വരുന്നില്ല എന്ന് തോന്നുന്നു. പുറത്ത് ഒക്കെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകണം, ചിന്നുമോളെ കാണിക്കണം. അതിന് അലീനയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് മനു വന്നിരിക്കുന്നത്. ആരുമില്ലാതെ അലീനയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ മനു പറയുന്നത്, അതെ, നീ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അതെന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. ഒരു ആക്സിഡന്റ് ഒഴിവാക്കാനാ എന്ന്. നീ പിറകിലിരിക്കുമ്പോൾ കണ്ണാടിയിലൂടെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അപ്പോൾ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനാ എന്ന് പറയുന്നു. ഇത്രയൊക്കെ പറഞ്ഞാൽ അലീനയ്ക്ക് മനുവിൻ്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കുമല്ലോ എന്നാണ് കരുതിയത്. അങ്ങനെ അവർ ഗ്രേസമ്മയും രേവതിയും കൂട്ടി ചിന്നുമോളെ കാണാൻ പോകുന്നുണ്ട്. ചിന്നുമോൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ. അതിനുവേണ്ടി മനുവും അലീനയും ഇറങ്ങി നടക്കുമ്പോൾ രേവതി കുട്ടി ഗ്രേസമ്മയോട് പറയുന്നത് അവർ രണ്ടുപേരും നല്ല ചേർച്ചയുണ്ടല്ലേ എന്ന്. പിന്നീട് അവർ ചിന്നുമോളുടെ അടുത്തെത്തി ചിന്നുമോളെ എടുക്കുന്നതും പുന്നാരിക്കുന്നതും കളിപ്പിക്കുന്നതുമൊക്കെ പ്രമോവായി കാണിക്കുന്നു. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.